ഹലോ, നമുക്കിന്ന് സിംഗപ്പൂർ അക്കോമഡേഷൻസിനെ പറ്റി നോക്കിയാലോ. അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് രണ്ട് തരത്തിലുള്ള ഫ്ലാറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് HDB ഫ്ലാറ്റുകളും ഒന്ന് കോണ്ടോ ഫ്ലാറ്റ്സുകളും. കോണ്ടോ ഫ്ലാറ്റ്സ് കൂടുതലും ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ് ആണ്, അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. HDB ഫ്ലാറ്റ്സ് നമുക്ക് അത്യാവശ്യം സാധാ സ്റ്റുഡൻസ് ഒക്കെ പഠിക്കാൻ വരുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. റെൻറ്റിന് വേണ്ടി നമ്മൾ എടുക്കുന്ന സമയം ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷനുള്ള റൂം കിട്ടുക എന്നുള്ളത് തന്നെ. അല്ലാതെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അത് ഇല്ലീഗലായിട്ടാണ് വരുന്നത്. ചില സമയത്ത് രാത്രിക്കൊക്കെ വന്ന് കോപ്സ് ഇറക്കി വിടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രജിസ്ട്രേഷനുള്ള റൂമുകൾ നോക്കാൻ പറയുന്നത്. അത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ് നമ്മൾ ഈ ഇല്ലീഗൽ റൂംസിന് വെച്ച് നോക്കുന്ന സമയത്ത്. പക്ഷേ എന്നാലും നമുക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്യാൻ പറ്റും. ഒറ്റയ്ക്കൊക്കെ വന്ന് താമസിക്കുന്നവരാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഞാൻ ഈ രജിസ്ട്രേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ PR വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ കൃത്യമായി നമ്മളെ സ്റ്റേ ഒക്കെ പരിശോധിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല, ഇപ്പം നമ്മൾ ഡിപ്ലോമയ്ക്കൊക്കെയാണ് ഇവിടെ പഠിക്കാൻ വേണ്ടി വരുന്നതെങ്കിൽ അത് കഴിഞ്ഞിട്ട് OJTക്കൊക്കെ കയറുന്ന സമയത്ത് ഈ പറയുന്ന റൂം രജിസ്ട്രേഷൻ നമ്മൾ കാണിക്കേണ്ടി വരും. ആ സമയത്ത് നമ്മൾ വേറൊരു ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ചില സമയങ്ങളിൽ അത് പിടിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ റൂം രജിസ്ട്രേഷൻസ് ഉള്ളത് നോക്കാൻ പറയുന്നത്. എൻ്റെ ഇവിടെ വന്നിരിക്കുന്ന പല സുഹൃത്തുക്കൾക്കും ആദ്യം ഈ പറയുന്ന പോലെ രജിസ്ട്രേഷനുള്ള റൂമുകൾ നോക്കണം എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റുഡൻറ്റ് പാസ് വെച്ചിട്ടാണ് നമുക്ക് രജിസ്ട്രേഷൻ വരിക. അപ്പോൾ അത് എത്രത്തോളമാണ് നമ്മൾ സ്റ്റുഡൻറ്റ് പാസിൻ്റെ കാലാവധി അത്രത്തോളം നമുക്ക് റൂം രജിസ്റ്റർ ചെയ്ത് നമ്മളെ പേരിൽ വെക്കാൻ പറ്റും. മിനിമം 6 മാസം വരെയാണ് നമുക്ക് റൂം രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പം അതിനിടയിൽ നിങ്ങൾക്ക് പോകണം എന്ന് വരികയാണെങ്കിലൊക്കെ ഡിപ്പോസിറ്റ് എമൗണ്ട് നമ്മൾ ആദ്യമേ ഒരു മാസത്തെ വാടക നമ്മൾ ഓൾറെഡി ഡിപ്പോസിറ്റായിട്ട് കൊടുക്കണം. അപ്പം ഇൻ കേസ് നിങ്ങൾക്ക് അതിനിടയിൽ ആ റൂം മാറണം എന്നുണ്ടെങ്കിൽ ആ ഡിപ്പോസിറ്റ് എമൗണ്ട് നിങ്ങൾക്ക് പിന്നീട് കിട്ടുന്നതായിരിക്കില്ല. രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം കൂടി വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഫുൾ HDB ഫ്ലാറ്റ്സൊക്കെ നമ്മൾ റെൻറ്റിന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം $3,500 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് വരിക. അതല്ലാതെ നമുക്കിപ്പോൾ പഠിക്കാനൊക്കെ വരുന്നതാണെങ്കിൽ കൂടുതലായിട്ടും ഒരു റൂമൊക്കെ നമുക്ക് റെൻറ്റിന് എടുക്കാൻ പറ്റും. മാസ്റ്റർ ബെഡ്റൂം മാത്രമായിട്ട് എടുക്കാം, അതല്ല കോമൺ ബെഡ്റൂം എടുക്കാം. സമയത്ത് കുക്കിംഗ് അലൗഡാണ്, പല സ്ഥലങ്ങളിലും കുക്കിംഗ് അലൗഡ് ആയിട്ടുണ്ട്. ഇൻ കേസ് ചില ആൾക്കാരുടെ വീട്ടിൽ നമുക്ക് കുക്കിംഗ് അലൗഡ് ആയിരിക്കില്ല. അപ്പം നമ്മൾ റെൻറ്റിന് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ ഒന്ന് കൺഫേം ചെയ്താൽ മതി. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.